CPM-ന്റെ സിറ്റിംഗ് സീറ്റാണല്ലോ. ഇതെന്റെ വിലയിരുത്തലായിരിക്കും, എന്റെ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, എന്റെ മുന്നണിയുടെ വിലയിരുത്തലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര കോൺഫിഡൻസ് അല്ലേ മൂന്നാമത് വരുമെന്ന്. അപ്പോൾ അത്ര കോൺഫിഡൻസ് ഉള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ അധികാരത്തിലേക്ക് മടങ്ങി വരും. 25 പഞ്ചായത്തിലും 26 നിയമസഭയിലും UDF അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. തിരിച്ച് മുഖ്യമന്ത്രിയെ കൊണ്ട് നിങ്ങൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറയിക്കും. ഇനി തിരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ആരാ, ഇപ്പം നിങ്ങൾ പറയുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നു. കോൺഗ്രസിന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകളുണ്ട്, ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റുകൾ, ഏറ്റവും ജനകീയരായിട്ടുള്ള ആളുകളുണ്ട്. തിരിച്ച് CPM-ന്റെ സ്ഥാനാർത്ഥി ആരാ? എന്താ ചോദിക്കാത്തത്? ഞാൻ ഇന്ന് രാവിലെ തൊട്ട് പല വാർത്തകൾ കണ്ടു. രാവിലെ തൊട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില ചാനലുകൾ തിരിച്ചും മറിച്ചും കോൺഗ്രസിനകത്ത് ആ സ്ഥാനാർത്ഥി, ഈ സ്ഥാനാർത്ഥി, മറ്റേ സ്ഥാനാർത്ഥി, മറ്റേ സ്ഥാനാർത്ഥി. CPM-ന് പറയാനൊരു പേര് പോലും ഇല്ല. നിങ്ങളെന്താ അത് വാർത്തയാക്കാത്തത്? CPM-ന്റെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്ന ശ്രീ M. സ്വരാജിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇല്ല എന്ന് M. സ്വരാജ് പറഞ്ഞു. നിലമ്പൂരുകാരനാണ് അദ്ദേഹം. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്ന് അവിടുത്തെ ചുമതല കൊടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. അപ്പൊ ചുമതലക്കാരന് പോലും ആത്മവിശ്വാസമില്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് CPM. സ്ഥാനാർത്ഥിയില്ല. നമ്മൾ ചില ഈ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന ചില ജോക്കുകളുണ്ടല്ലോ, നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അപ്പൊ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ്. ഇതര സംസ്ഥാനക്കാരനാന്ന് പറഞ്ഞ് ഇവിടെ വോട്ടുണ്ടാക്കി കൊടുക്കാന്ന് പറയുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം അപ്പുറത്തൊരു മുന്നണി നേരിടുക, വേറൊരു മുന്നണി ആദ്യമേ പറയാം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ല, ഞങ്ങൾ ആ CPM-നെ പിന്തുണച്ചോളാം എന്നൊരു പാർട്ടി പറയുന്നു. അതൊന്നും ചർച്ചയില്ല. ഞങ്ങൾക്ക് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട്. പുതുപ്പള്ളി പോലെ, തൃക്കാക്കര പോലെ, പാലക്കാടും ചേലക്കരയും വയനാടും പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥി UDF-ന്റേതായി. ഞങ്ങൾ പറഞ്ഞല്ലോ വിന്നബിലിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം. ആ വിന്നബിലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ് വരും. ഞാനത് കേട്ടിട്ടില്ല. UDF-ന്റെ പിന്നെ സംസാരിക്കുകയായിരുന്നു. UDF-ന്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ.